നെക്സ്റ്റ് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഈ സെക്ഷനിൽ നമ്മൾ മൊണോട്ടോൺ സീക്വൻസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം കേട്ടോ. ലെറ്റ് സീക്വൻസ് xn be a sequence of real numbers, then we say that sequence xn is monotonically increasing or non-decreasing if xn plus 1 greater than or equal to xn for all n belongs to n. That is x1 less than or equal to x2 less than or equal to x3 etc. ഫസ്റ്റ് ടേം സെക്കൻഡ് ടേമിനെക്കാട്ടും ചെറുതാണ്, സെക്കൻഡ് ടേം തേർഡ് ടേമിനെക്കാട്ടും ചെറുതാണ്. അതായത് ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മൾ ആ സീക്വൻസിനെ മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് എന്നാണ് പറയുക. മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻക്രീസിങ് എന്ന് പറയും, അല്ലെങ്കിൽ നോൺ ഡിക്രീസിങ് സീക്വൻസ് എന്ന് പറയും. പെർട്ടിക്കുലർലി നമ്മൾ മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ഇനി ഒരു സീക്വൻസ് എപ്പോഴാണ് മൊണോട്ടോണിക്കലി ഡിക്രീസിങ് എന്ന് പറയാം? The sequence xn is monotonically decreasing or non-increasing if xn plus 1 less than or equal to xn for all n belongs to n. That is x1 greater than or equal to x2 greater than or equal to x3 greater than or equal to etc. നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ നമ്മൾ ആ സീക്വൻസിനെ മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് ഡിക്രീസിങ് എന്നോ അല്ലെങ്കിൽ നോൺ ഇൻക്രീസിങ് എന്നോ നമ്മൾ പറയും. ദെൻ വി സേ ദാറ്റ് സീക്വൻസ് എക്സ് ഇസ് മോണോട്ടോൺ ഇഫ് ഇറ്റ് ഈസ് ഐദർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഒരു സീക്വൻസ് ഒന്നില്ലെങ്കിൽ ഇൻക്രീസിങ്ങോ അല്ലെങ്കിൽ ഡിക്രീസിങ്ങോ ആയാൽ നമ്മൾ ആ സീക്വൻസിനെ മോണോട്ടോൺ സീക്വൻസ് എന്നാണ് പറയാം. ഓക്കെ, ഇപ്പം നമ്മളൊരു ഇൻക്രീസിങ് സീക്വൻസ് കൺസിഡർ ചെയ്തു എന്ന് വയ്ക്കാം. ഒരു ഇൻക്രീസിങ് സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബൗണ്ടഡ്നെസ്സിനെ കുറിച്ചിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇത് എപ്പോഴും ബൗണ്ടഡ് ബിലോ ആയിരിക്കും ബൈ x1. നമുക്ക് അപ്പോൾ ബൗണ്ട് ഉണ്ടോ അതോ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമെന്നുള്ളത് ഓരോ സീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലോ അതെപ്പോഴും ബൗണ്ടഡ് എബവ് ആയിരിക്കും. ഓക്കെ, ബൗണ്ടഡ് ബിലോനെ പറ്റിയിട്ട് നമുക്ക് ഓരോ സീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, എന്താ? മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബൗണ്ടഡ് ബിലോ ആയിരിക്കും. മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ബൗണ്ടഡ് എബവ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് കുറച്ച് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസസിന് എക്സാമ്പിൾ പറയാം. ഓക്കെ, 1 2 3 4 എക്സെട്ര n എക്സെട്ര. ഈ സീക്വൻസ് ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണ്. അതുപോലെ തന്നെ 1 1 2 2 3 3 ഇങ്ങനെ പറഞ്ഞു പോകുന്ന സീക്വൻസും ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ഇനി -1 -1/2 -1/3 എന്ന് പറഞ്ഞ സീക്വൻസ് എടുത്തു എന്ന് വയ്ക്കൂ. അതും എന്തെന്നെയാ? മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്. നെക്സ്റ്റ് നമുക്ക് മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസസിന് കുറച്ച് എക്സാമ്പിൾ പറയാം. -1 -2 -3 -4 എക്സെട്ര -n എക്സെട്ര എന്ന് പറയുന്നത് ഒരു മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആണ്. ഇനി -1 -1 -2 -2 -3 -3 എക്സെട്ര എന്ന് പറയുന്നതും ഒരു മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആണ്. ഇനി 1 1/2 1/3 എക്സെട്ര എന്ന് പറയുന്നതും ഒരു മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആണ്. ഇനി വേറൊരു സീക്വൻസ് കൺസിഡർ ചെയ്തു നോക്കൂ. 1 0 1 0 1 0 എന്ന് പറഞ്ഞു പോകുന്ന സീക്വൻസ്. ഈ സീക്വൻസ് ഇൻക്രീസിങ് സീക്വൻസ് ആണോ ഡിക്രീസിങ് സീക്വൻസ് ആണോ? ഇത് ഇൻക്രീസിങ്ങും അല്ല ഡിക്രീസിങ്ങും അല്ല. അപ്പോൾ നമ്മൾക്കിത് മോണോട്ടോൺ സീക്വൻസ് ആണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1 -1 2 -2 3 -3 എന്ന് പറയുന്ന സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും എന്തല്ല? ഡിക്രീസിങ്ങും അല്ല ഇൻക്രീസിങ്ങും അല്ല. അപ്പോൾ നമ്മൾ അതിനെന്താ പറയുക? മോണോട്ടോൺ സീക്വൻസ് അല്ല എന്നാണ് പറയുക കേട്ടോ. ഇനി വേറൊരു ടൈപ്പ് സീക്വൻസ് ശ്രദ്ധിക്കുക. 7
6 2 1 2 3 4 എക്സെട്ര. ഈ സീക്വൻസിൻ്റെ പ്രത്യേകത എന്താ? 7 6 2 1 ഇവിടെ വരെ നമുക്ക് വേണമെങ്കിൽ പറയാൻ ഡിക്രീസിങ് ആയിട്ട് വരാമെന്ന് പറയാം അല്ലേ. പിന്നെ ഇവിടെ നമുക്ക് നോക്കൂ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് കുറച്ച് ടേംസിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ്? ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണ് അല്ലേ. ഇനി അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ -2 0 1 1/2 1/3 1/4 എക്സെട്ര. ഈ ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കൂ. നമ്മൾ ഇവിടെ തൊട്ട് ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിക്രീസിങ് സീക്വൻസ് ആണ് അല്ലേ. അപ്പം നമ്മൾ ഇങ്ങനത്തെയുള്ള സീക്വൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മോണോട്ടോൺ സീക്വൻസ് എന്നല്ല പറയുക, ബട്ട് അൾട്ടിമേറ്റ്ലി മോണോട്ടോൺ സീക്വൻസ് എന്നാണ് പറയുക. അൾട്ടിമേറ്റ്ലി മോണോട്ടോൺ സീക്വൻസ്. അപ്പോൾ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ഉണ്ട്, മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ഉണ്ട്, അൾട്ടിമേറ്റ്ലി മോണോട്ടോൺ സീക്വൻസ് ഉണ്ട്, അതുപോലെ തന്നെ മോണോട്ടോൺ അല്ലാത്ത സീക്വൻസുകളും ഉണ്ട്. നെക്സ്റ്റ് തിയറം നോക്കാം, മോണോട്ടോൺ കൺവേർജൻസ് തിയറം. മോണോട്ടോൺ കൺവേർജൻസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ് കേട്ടോ. അപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയണേന്നുള്ളത് നോക്കാം. A monotone sequence of real numbers is convergent if and only if it is bounded. Further, if x equal to sequence xn is bounded increasing sequence, then limit sequence xn equal to supremum of set of all xn such that x element of n. If y equal to sequence yn is bounded decreasing sequence, then limit sequence yn equal to infimum of set of all yn such that n belongs to n. Okay. അപ്പോൾ നമ്മളുടെ ഈ തിയറം പറയുന്നത് എന്താ? ഒരു മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് കൺവേർജൻ്റ് ആകണമെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? അത് ബൗണ്ടഡ് ആയിരിക്കണം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ബൗണ്ടഡ് ആണെങ്കിൽ നമുക്കതിനെ മോണോട്ടോൺ സീക്വൻസ് ആണെന്ന് പറയാം. ഒരു മോണോട്ടോൺ സീക്വൻസ് ബൗണ്ടഡ് സീക്വൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോണോട്ടോൺ സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി ഒരു മോണോട്ടോൺ സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് ബൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, നമ്മൾ കാരണം എന്താ വെച്ചാൽ മോണോട്ടോൺ സീക്വൻസ് എന്ന് പറയുന്നത് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായേ? മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ഉണ്ട്, അതുപോലെ തന്നെ മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്തു നോക്കി, x1 x2 x3 എക്സെട്ര. ഓക്കെ, അത് അൺബൗണ്ടഡ് ആണെങ്കിൽ അത് കൺവേർജൻ്റ് ആവുമോ? നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് അറിയാം അൺബൗണ്ടഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താവില്ല, കൺവേർജൻ്റ് ആവില്ല. കാരണം നമ്പേഴ്സ് അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിനൊരു ബൗണ്ട് ഉണ്ടെങ്കിലേ അതെന്താവുള്ളൂ, കൺവേർജൻ്റ് ആവുള്ളൂ. മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആയാലും അങ്ങനെ തന്നെ അല്ലേ. ലെഫ്റ്റിലോട്ട് പോകും തോറും ഡിക്രീസ് ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ബൗണ്ടഡ് ആണ് എന്ന് പറയാൻ പറ്റില്ല, അൺബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ ഇതൊരു ബൗണ്ടഡ് ആണെങ്കിലാണ് അതെന്താവുള്ളൂ, കൺവേർജൻ്റ് ആവുള്ളൂ. ഈ തിയറത്തിൻ്റെ കൂടെ തന്നെ പറയണത് എന്താ, ഈ സീക്വൻസ് ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ, ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആണ്, ബൗണ്ടഡ് ആണ്. അങ്ങനെ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ ആ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആ എലമെൻസിൻ്റെ സെറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സുപ്രീമം ഏതാണോ അതായിരിക്കും ആ സീക്വൻസിൻ്റെ ലിമിറ്റ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളൊരു മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് കൺസിഡർ ചെയ്തു എന്ന് വയ്ക്കാം. മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് കൺസിഡർ ചെയ്തു, ബൗണ്ടഡ് ബിലോ ആണ്, ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഡിക്രീസിങ് സീക്വൻസ് ആയ കാരണം ബൗണ്ടഡ് ബിലോ ആയിരിക്കുമല്ലോ. അപ്പോൾ ബൗണ്ടഡ് ബിലോ ആയിട്ടുള്ള ഒരു ഡിക്രീസിങ് മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആ സീക്വൻസിലെ എലമെൻസിൻ്റെ കളക്ഷനോ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫീമം ആയിരിക്കും ആ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഫർദർ ഇംപ്ലിക്കേഷൻസ് ആണ് നമ്മൾക്ക് ഈ തിയറത്തിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ തിയറം ഒന്നും കൂടെ പറയാം. എന്താ തിയറം പറയുന്നത്? ഒരു മോണോട്ടോണിക് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് കൺവേർജൻ്റ് ആകണമെങ്കിൽ അത് ബൗണ്ടഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നേരെ തിരിച്ചു, ഒരു മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ബൗണ്ടഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കൺവേർജൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ആ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്
ആ സീക്വൻസിൻ്റെ എലമെൻസിൻ്റെ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സുപ്രീമം ആയിരിക്കും ആ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബൗണ്ടഡ് ഡിക്രീസിങ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ആ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആ സെറ്റിൻ്റെ ഇൻഫിമം ആയിരിക്കും. അതാണ് നമ്മളുടെ ഈ തിയറം പറയുന്നത്. നമുക്കിനി ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യണേ എന്നുള്ളത് നോക്കാം. നമുക്ക് ഈ ഫെനോൺ ലീഫ് കണ്ടീഷൻ ആയ കാരണം ഒരറ്റത്തുനിന്ന് പിടിച്ച് മറ്റേ അറ്റം പ്രൂവ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചെയ്യാം അല്ലേ? അങ്ങനെയാണ് ചെയ്യാറ് അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്നാ പറഞ്ഞേ? ഒരു കൺവേർജൻറ്റ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ബൗണ്ടഡ് ആയിരിക്കും, ബൗണ്ടഡ് ആണെങ്കിൽ കൺവേർജൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് അല്ലേ? നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നും പ്രൂവ് ചെയ്യാനായിട്ടില്ല, കാരണം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഒരു കൺവേർജൻറ്റ് സീക്വൻസ് എപ്പോഴും ബൗണ്ടഡ് ആയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു സെക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റത്തെ പാർട്ട് ഓൾറെഡി ക്ലിയർ ആണ്. എന്താ? ഒരു മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് കൺവേർജൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ബൗണ്ടഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്താൽ മതി. ഒരു മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ബൗണ്ടഡ് ആണെങ്കിൽ അതെന്തായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ മോണോട്ടോൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആവാം, അതുപോലെ തന്നെ മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആവാം. അപ്പോൾ ആ രണ്ട് കേസിലും എങ്ങനെയാണ് കൺവേർജൻസ് വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അസംഷൻ റെഡിയാണ്. എന്താ? സീക്വൻസ് എക്സ് ഇസ് ബൗണ്ടഡ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ്. ഓക്കെ, സീക്വൻസ് എക്സ് എന്ന് പറയുന്നത് ബൗണ്ടഡ് സീക്വൻസ് ആയ കാരണം അക്കോർഡിംഗ് ടു കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ദിസ് സീക്വൻസ് ഹാവ് എ സുപ്രീമം ഇൻ ആർ അല്ലേ? അക്കോർഡിംഗ് ടു കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി സീക്വൻസ് എക്സ് ഹാവ് എ സുപ്രീമം ഇൻ ആർ. ആ സുപ്രീമത്തിനെ നമ്മൾ ക്യാപിറ്റൽ എം കൊണ്ട് ഡിനോട്ട് ചെയ്യണേ. സുപ്രീമം ഓഫ് സീക്വൻസ് സെറ്റ് ഓഫ് ഓൾ എക്സ് എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ. ഈ സീക്വൻസിൻ്റെ സുപ്രീമത്തിനെ ക്യാപിറ്റൽ എം കൊണ്ട് ഡിനോട്ട് ചെയ്യാണ്. ഓക്കെ, നൗ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, എം എന്ന് പറയുന്നത് ഈ സെറ്റിൻ്റെ സുപ്രീമമാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ എം മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് അതിൻ്റെ അപ്പർ ബൗണ്ട് ആവോ? ഇല്ല അല്ലേ? എം മൈനസ് എപ്സിലോൺ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഓഫ് സീക്വൻസ് എക്സ് എൻ. അപ്പോൾ ഇവിടെ നോക്കുക, x1 x2 x3 എന്ന് പറഞ്ഞിട്ട് പോകുന്ന സീക്വൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഇവിടുത്തെ സുപ്രീമം എന്ന് പറയുന്നത് എം ആണ് നമ്മളുടെ സുപ്രീമമായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്, അതായത് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എം മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ എം എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. അപ്പോൾ എം മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് എന്താവില്ല? ഒരു അപ്പർ ബൗണ്ട് പോലും ആവില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലേ, there exists a term xk in between these two numbers. ഇതിൻ്റെ ഇടയിൽ ഒരു xk എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം അവിടെ ഉണ്ടാവും. ദാറ്റ് ഈസ് there exists a term xk such that xk is greater than m minus epsilon. ഇത് പക്ഷേ ഒരു മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണെന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ എം മൈനസ് എപ്സിലോണിനും എമ്മിൻ്റെ ഇടയിൽ എക്സ് കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് എക്സ് കെ പ്ലസ് ഉണ്ടാവും, എക്സ് കെ പ്ലസ് 1 ഉണ്ടാവാമല്ലോ. അതിൻ്റെ അപ്പുറത്ത് എക്സ് കെ പ്ലസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കെ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കെ പ്ലസ് 2. അങ്ങനെ പോകുന്ന ഒരു ഇൻക്രീസിങ് സീക്വൻസ് വേറെ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെന്താ ഇംപ്ലൈ ചെയ്യുന്നത്? എക്സ് എൻ, ഇതിനെ നമുക്ക് ജനറലി ഇങ്ങനെ എഴുതാം, എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു എക്സ് കെയും എം മൈനസ് എപ്സിലോണിനെക്കാട്ടും വലുതാണെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഈ
ഈ എലമെൻറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എക്സ് എൻ വിൽ ബി ഗ്രേറ്റർ ദാൻ എം മൈനസ് എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഓക്കെ, കെ തൊട്ടിട്ട് അങ്ങോട്ടുള്ള എല്ലാ ടേംസിനും എക്സ് എൻ ഗ്രേറ്റർ ദാൻ എം മൈനസ് എപ്സിലോൺ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം എം എന്ന് പറയുന്നത് സുപ്രീമമാണെന്ന് അല്ലേ. എം ഒരു സുപ്രീമമാണ്. അപ്പോൾ ഈ എക്സ് എന്നുകൾ, ഓക്കെ, ഈ എക്സ് എന്നുകൾ എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് എപ്സിലോൺ ആയിരിക്കും. എം എന്ന് പറയുന്നത് സുപ്രീമമാണ്. അപ്പോൾ എം പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു അപ്പർ ബൗണ്ട് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ എക്സനുകളൊക്കെ എം പ്ലസ് എപ്സിലോണിനെക്കാട്ടും ചെറുതാണ്. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ നമുക്കിവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? എക്സ് എൻ ഗ്രേറ്റർ ദാൻ എം മൈനസ് എപ്സിലോൺ, എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് എപ്സിലോൺ. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഈ രണ്ട് ഇൻഇക്വാലിറ്റീസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എം മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എൻ ലെസ് ദാൻ എം പ്ലസ് എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ അല്ലേ. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എം ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. That means modulus of xn minus m less than epsilon for all n greater than or equal to k for any epsilon greater than 0 ആണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താ? ലിമിറ്റ് സീക്വൻസ് xn ഈക്വൽ ടു m. x എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എമ്മിലോട്ട് കൺവേർജ് ചെയ്യുന്നു. അതായത് ലിമിറ്റ് സീക്വൻസ് എക്സ് എൻ ഈക്വൽ ടു എം എന്ന് പറയുന്നത് ആരാ? എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ സുപ്രീമമാണ്. സുപ്രീമം ഓഫ് സീക്വൻസ് എക്സ് എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ. അപ്പം നമ്മൾ ഫസ്റ്റത്തെ പാർട്ട് പ്രൂവ് ചെയ്തു. എന്താണ്? ഒരു ബൗണ്ടഡ് മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ആ സീക്വൻസ് കൺവേർജൻ്റ് ആണ്. എവിടത്തേക്കാണ് കൺവേർജ് ചെയ്യുന്നത്? ആ സീക്വൻസിലെ എലമെൻസിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സുപ്രീമത്തിലോട്ടാണ് ആ സീക്വൻസ് മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഫസ്റ്റത്തെ പാർട്ട് പ്രൂവ് ചെയ്തു. ഇത് മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. അതായത് എന്താ? ലിമിറ്റ് സീക്വൻസ് എക്സ് എൻ വിൽ ബി ഈക്വൽ ടു സുപ്രീമം ഓഫ് സീക്വൻസ് എക്സ് എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ. ഇനി നേരെ സെക്കൻഡ് വൺ നമുക്ക് പ്രൂവ് ചെയ്യാം. നമുക്ക് ഈ എഴുതിയേക്കുന്നതിൽ തന്നെ മാറ്റം വരുത്തിയാൽ മതി കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു സീക്വൻസ് എക്സ് എൻ കൺസിഡർ ചെയ്യുന്നു സച്ച് ദാറ്റ് വിച്ച് ഈസ് ബൗണ്ടഡ് മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ്. ഓക്കെ, ഒരു മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആണ്, ബൗണ്ടഡ് സീക്വൻസ് ആണ്. അപ്പോൾ ദെൻ അക്കോർഡിംഗ് ടു കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ദാറ്റ് സീക്വൻസ് വിൽ ഹാവ് ആൻ ഇൻഫീമം. ആ സീക്വൻസിൻ്റെ ഇൻഫീമത്തിനെ നമ്മൾ സ്മോൾ ലെറ്റർ എം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമ്മൾ എം പ്ലസ് എപ്സിലോൺ കൺസിഡർ ചെയ്തു എന്ന് വയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡിക്രീസിങ് സീക്വൻസ് എന്ന് വയ്ക്കും. x1 x2 x3 ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ്. ഓക്കെ, ആ സീക്വൻസിൻ്റെ എന്താ നമ്മൾ പറഞ്ഞത്? ഇൻഫീമം എന്ന് പറയുന്നത് എം ആണ്. ഇൻഫീമം എന്ന് പറയുന്നത് എം ആണ്. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത്, എം പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഇവിടെയാന്ന് വയ്ക്കും. എം പ്ലസ് എപ്സിലോൺ അത് ഒരു ലോവർ ബൗണ്ട് ആവുമോ? ഇല്ല. എം പ്ലസ് എപ്സിലോൺ ഇസ് നോട്ട് ലോവർ ബൗണ്ട് ഓഫ് സീക്വൻസ് എക്സ് എൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ എമ്മിനും എം പ്ലസ് എപ്സിലോണിനും ഇടയിൽ ഒരു ടേം നമുക്ക് ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് എക്സ് കെ സച്ച് ദാറ്റ് എസ് കെ ഈസ് ലെസ് ദാൻ എം പ്ലസ് എപ്സിലോൺ. ഓക്കെ,
എം പ്ലസ് എപ്സിലോണേക്കാട്ടും ചെറിയ ഒരു എക്സ് കെ ടേം നമുക്കിവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എക്സ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് കെ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് കെ പ്ലസ് 2 എന്ന് പറഞ്ഞിട്ടുള്ള കുറേ എലമെൻസിന് നമുക്കിവിടെ കിട്ടും അല്ലേ? അപ്പോൾ ജനറലി നമ്മൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? എക്സ് എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ എം പ്ലസ് എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് നമ്മുടെ സീക്വൻസിൻ്റെ ഒരു ഇൻഫീമം ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? എന്ന് പറയുന്നത് ഒരു ഇൻഫീമം ആണ് എന്ന് നമ്മൾ പറഞ്ഞു. എം എന്ന് പറയുന്നത് ഒരു ലോവർ ബൗണ്ട് ആണ്. എം മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഇവിടെയല്ലേ വരാം. അപ്പോൾ എം മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നതും സീക്വൻസ് എക്സിൻ്റെ ഒരു ലോവർ ബൗണ്ട് ആണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതിക്കൂടെ? സീക്വൻസ് എക്സൻ ഈസ് ഗ്രേറ്റർ ദാൻ എം മൈനസ് എപ്സിലോൺ എന്ന് എഴുതാം അല്ലേ? അതായത് എം മൈനസ് എപ്സിലോൺ ഒരു ലോവർ ബൗണ്ട് ആണല്ലോ. അപ്പോൾ സീക്വൻസ് എക്സനുകളെക്കാട്ടൊക്കെ ചെറുതാണ് എം മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ രണ്ട് ഇൻഇക്വാളിറ്റീസും കൂടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എൻ ലെസ് ദാൻ എം പ്ലസ് എപ്സിലോൺ. അതായത് എക്സ് എൻ മൈനസ് എം ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അതായത് ലിമിറ്റ് സീക്വൻസ് എക്സ് എൻ ഈക്വൽ ടു എം. സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്നത് എമ്മിലോട്ട് കൺവേർജ് ചെയ്യുന്നു. അതായത് ലിമിറ്റ് സീക്വൻസ് എക്സ് എൻ ഈക്വൽ ടു ഇൻഫീമം ഓഫ് സീക്വൻസ് എക്സ് എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് കേസും പ്രൂവ് ചെയ്തു. അതായത് ഒരു ബൗണ്ടഡ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ആ സീക്വൻസ് കൺവേർജൻ്റ് ആണ്. പിന്നെ എവിടത്തേക്ക് കൺവേർജ് ചെയ്യുന്നത്? ആ സീക്വൻസിലെ എലമെൻസിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫീമത്തിലേക്കാണ് ആ ബൗണ്ടഡ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ് മോണോട്ടോൺ കൺവേർജൻസ് തിയറം. തിയറം എന്താണ് പറയുന്നത്? A monotone sequence of real numbers is convergent if and only if it is bounded. ഒരു ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സീക്വൻസിൻ്റെ അതിൽ വരുന്ന എലമെൻസിൻ്റെ സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റിൻ്റെ സുപ്രീമത്തിലേക്കാണ് ആ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു ബൗണ്ടഡ് ഡിക്രീസിങ് സീക്വൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സീക്വൻസിലെ എലമെൻസിൻ്റെ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫീമം കിട്ടുമല്ലോ. അപ്പോൾ ആ സീക്വൻസ് ഇൻഫീമത്തിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതാണ് നമ്മളുടെ മോണോട്ടോൺ കൺവേർജൻസ് തിയറം. സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാൻ അതുപോലെ തന്നെ പ്രൂഫും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം കേട്ടോ. 1/√n എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് നോക്കുക. ഈ സീക്വൻസിൻ്റെ ബൗണ്ടഡ്നെസ്സും നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ളത് നോക്കണം. ഓക്കെ, 1/√n എന്ന് പറയുന്നത് ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണ് അല്ലേ? ഡിക്രീസിങ് സീക്വൻസ് ആണ്. അതുപോലെ തന്നെ ഈ സീക്വൻസ് ബൗണ്ടഡ് ബിലോയാണ് ആണല്ലേ? യെസ്. അപ്പോൾ ദെൻ ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നു. ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ട്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്? ഈ സീക്വൻസിൻ്റെ ഈ സെറ്റിൻ്റെ ഇൻഫീമത്തിലേക്കായിരിക്കും കൺവേർജ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ലിമിറ്റ് സീക്വൻസ് 1/√n ഇസ് ഈക്വൽ ടു ഇൻഫീമം ഓഫ് 1/√n സച്ച് ദാറ്റ് n ബിലോങ്സ് ടു n. ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ? ബൗണ്ടഡ് ബിലോ ആണല്ലേ? ഇതിലോട്ട് അപ്രോച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് 0യിലോട്ട്. സോ ലിമിറ്റ് സീക്വൻസ് 1/√n എന്ന് പറയുന്നത് 0 ആണ്.
നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം കേട്ടോ. പ്രൂവ് ദാറ്റ് സീക്വൻസ് എക്സ് n ഈക്വൽ ടു 1 + 1/2 + 1/3 പ്ലസ് എക്സെട്ര പ്ലസ് 1/n ഇസ് ഡൈവേർജൻറ്റ്. ഈ തന്നിരിക്കുന്ന ഈ സീരീസ് ഡൈവേർജൻ്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ സീരീസിന് നമ്മളൊരു പേര് പറയും, ഹാർമോണിക് സീരീസ് എന്നാണ് പറയുക കേട്ടോ. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരെ എങ്ങനെയായിരിക്കും, പ്രൂവ് ദാറ്റ് ഹാർമോണിക് സീരീസ് ഈസ് ഡൈവേർജൻറ്റ്. അപ്പോൾ നമ്മൾ ഹാർമോണിക് സീരീസ് എന്ന് പറയുമ്പോൾ 1 + 1/2 + 1/3 പ്ലസ് എക്സെട്ര പ്ലസ് 1/n എന്ന് പറയുന്നതാണ് ഹാർമോണിക് സീരീസ് എന്ന് ഓർത്ത് വയ്ക്കും. അപ്പോൾ ഈ ഹാർമോണിക് സീരീസ് ഡൈവേർജൻ്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ നമുക്ക് ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആണോ ഡിക്രീസിങ് സീക്വൻസ് ആണോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് സീക്വൻസ് എക്സ് ഡൈവേർജൻ്റ് ആണെന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. xn+1 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ xn+1 മൈനസ് xn എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ, xn+1 എന്ന് പറയുന്നത് വലുതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇൻക്രീസിങ് സീക്വൻസ് ആയിരിക്കും, ലെസ് ദാൻ 0 കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്രീസിങ് സീക്വൻസ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. xn+1 മൈനസ് xn+1 എന്ന് പറയുന്നത് എന്ത് വരാം, ഇവിടെ പ്ലസ് 1/n+1 കൂടെ വരും. അതിൽ നിന്ന് xn കുറയ്ക്കുക. അപ്പോൾ ഇത്രയും ഭാഗം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്താ വരുന്നത്, 1/n+1. 1/n+1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. അതെ, അപ്പോൾ നമ്മളുടെ സീക്വൻസ് xn എന്ന് പറയുന്നത് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എന്താ കൺസിഡർ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ x2n നമ്മൾ ആ സീക്വൻസ് ആ സീരീസ് നമ്മൾ എഴുതാൻ പോവാം കേട്ടോ. x2n എങ്ങനെ വരിക, 1 പ്ലസ് എന്നിന് പകരം നമ്മൾ 2n എടുത്തു എന്നുള്ളൂ കേട്ടോ. 1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര പ്ലസ് എക്സെട്ര പ്ലസ് 1/2n വരും. ഓക്കെ, നമ്മളിനി എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രത്യേക രീതിയിൽ ഇതിനൊന്ന് ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 + 1/2 ഇവിടെ ഇരുന്നോട്ടെ, 1/3 1/4 ഗ്രൂപ്പ് ചെയ്യണം. ഇനി അടുത്തത് 1/5 1/6 1/7 1/8 ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, അങ്ങനെ അങ്ങനെ പോയി 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 ലാസ്റ്റ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്, ലാസ്റ്റ് ഇവിടെ നമുക്ക് എത്ര എണ്ണത്തിനെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കണം. അപ്പം അതിനെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇപ്പോൾ എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്തതെന്നൊന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ 1 + 1/2 ഇവിടെ നിൽക്കുക. ദെൻ ഇവിടെ നമുക്ക് 2⁻1 എലമെൻസിനെ ഗ്രൂപ്പ് ചെയ്തു, 2⁻2 എലമെൻസിനെ ഗ്രൂപ്പ് ചെയ്തു. അങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് 2⁻1 എലമെൻറ്റ്സ് ഗ്രൂപ്പ് ചെയ്തു അല്ലേ. ഇതിപ്പോൾ നമുക്ക് ഏത് ടേമാണ് വരുന്നത്, ഇനി ഇവിടെ നോക്കുക 1/8 എന്ന് പറയണത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നമുക്കിത് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യണേന്നുള്ളത് നോക്കണം. അതായത് എത്ര ടേംസ് വരണേന്നുള്ളത് നോക്കല്ലേ വേണ്ടേ. അപ്പോൾ ഇവിടെ നോക്കുക 1/8 എന്ന് പറയുന്നത് 1/2⁻3 ആണ് അല്ലേ, 1/8. ഇനി എപ്പോഴാണ് 1/5 വരണേന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കി, 2⁻3 - 1 പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ 1/5 കിട്ടിയില്ലേ. 2⁻3 - 1 എന്ന് പറയുമ്പോൾ 2⁻2 4 + 1 വരും. ഇനി ഇവിടെ നോക്കാം കേട്ടോ, ഇവിടെ നമുക്ക് 1/2² ആണ്. അപ്പോൾ എത്ര ടേംസ് വരെ പോകണം എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, 1/2⁻2 - 1 + 1 ചെയ്യാം.
അപ്പോൾ 2 + 1 3. അപ്പോൾ 1/3 1/4 പെയർ ചെയ്തു. ഇവിടെ അതുപോലെ തന്നെ 1/5 തൊട്ട് 1/8 വരെയുള്ളത് പെയർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കുക, നമുക്കിവിടെ ഏറ്റവും ലാസ്റ്റത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് 1/2n ആണ്. അപ്പോൾ എവിടം വരെയുള്ള എലമെൻസിനെ നമ്മൾ പെയർ ചെയ്യണം? 1/2n - 1 + 1 വരെയുള്ള ടേംസിനെ പെയർ ചെയ്യണം. അപ്പോൾ 1/2n - 1 + 1 പ്ലസ് എക്സെട്ര പ്ലസ് 1/2n. ഇത്രയും ടേംസിനെ പെയർ ചെയ്തു. ഇനി 1/3ഉം 1/4ഉം കൂടെ കമ്പയർ ചെയ്യാം. നമുക്ക് 3 < 4 ആണ് അല്ലേ? അപ്പോൾ 1/3 എന്ന് പറയുന്നത് > 1/4 ആവും. അപ്പോൾ നമുക്ക് ഈ 1/3നെ 1/4 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻഇക്വാളിറ്റി മാറും. അപ്പോൾ ഇവിടെ 1 + 1/2 പ്ലസ് 1/3നെ നമുക്ക് 1/4 എന്ന് എഴുതാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ടേംസ് നോക്കാം. ഇതിൽ നമുക്ക് ഏറ്റവും ചെറിയ നമ്പറിനെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുക, 1/5 ആണോ 1/8 ആണോ വലുത്? 1/5 ആണ്. അപ്പോൾ ചെറിയ നമ്പർ 1/8 ആണ്. അപ്പോൾ 1/8 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക എല്ലാത്തിനും. 1/8 പ്ലസ് എക്സെട്ര പ്ലസ് ഇവിടുത്തെ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് 1/2n ആവും. അപ്പോൾ 1/2n പ്ലസ് 1/2n പ്ലസ് എക്സെട്ര പ്ലസ് 1/2n. ഇതെന്ന് പറയുന്നത് എന്താ? 1 + 1/2 പ്ലസ് 1/4 എന്ന് പറയുന്നത് 1/2² പ്ലസ് 1/2² പ്ലസ് 1/2³ പ്ലസ് 1/2³ പ്ലസ് 1/2³ പ്ലസ് 1/2³ പ്ലസ് എക്സെട്ര പ്ലസ് 1/2n പ്ലസ് എക്സെട്ര പ്ലസ് 1/2n, which is equal to 1 + 1/2 പ്ലസ് 2/2² വരും. അപ്പോൾ 1/2 വരും. പ്ലസ് ഇവിടെ നോക്കുക, 1 + 1 + 1 + 1 എന്ന് പറയുമ്പോൾ 4 വരും. 4/2³, അതായത് 2² / 2³. അപ്പോഴും നമുക്ക് 1/2 വരും. പ്ലസ് എക്സെട്ര പ്ലസ് ഇവിടെയും നമ്മൾ എല്ലാം സമ്മ ചെയ്യുമ്പോൾ എന്താ വരിക? 2n - 1 ഡിവൈഡഡ് ബൈ 2n ആണ്. അപ്പോൾ നമുക്ക് 1/2 വരും. അവിടെയും നമുക്ക് 1/2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഇവിടെ നമുക്ക് n ടൈംസ് 1/2 ആണ് വരുന്നത്. ഓക്കെ, n ടൈംസ് ആണ് 1/2 നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ n/2 എന്നുള്ളത് വരും. അതായത് ഇവിടെ x2n is greater than 1 + n/2 എന്നുള്ളത് കിട്ടി. ഈ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു അൺബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആണ് അല്ലേ? അൺബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു അൺബൗണ്ടഡ് സീക്വൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം x2n എന്ന് പറയുന്നത് ഡൈവേർജൻ്റ് ആണ്. x2n ഡൈവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ്? xn എന്തായിരിക്കും? ഡൈവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, 2n നമ്മളിവിടെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആ ഒരു രീതിയിലാണ് പെയർ ചെയ്ത് പോകുന്നത്. ഓക്കെ, x2n നമുക്ക് ഡൈവേർജൻ്റ് ആണെങ്കിൽ അപ്പോൾ xnഉം ഡൈവേർജൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അക്കോർഡിംഗ് ടു മോണോട്ടോണിക് കൺവേർജൻസ് തിയറം. നമ്മൾ പ്രൂവ് ചെയ്ത് വന്നപ്പോൾ ഇതൊരു അൺബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആയിട്ടാണ് കിട്ടിയത്. സോ ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം ദിസ് ഹാർമോണിക് സീരീസ് ഇസ് ഡൈവേർജൻറ്റ്. നെക്സ്റ്റ് ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യുക. സീക്വൻസ് xn വിച്ച് ഇസ് ഡിഫൈൻഡ് ബൈ x1 = 2, xn + 1 = 2 + 1/xn. അതാണ്, ഇങ്ങനെയാണ് നമ്മളുടെ സീക്വൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആ സീക്വൻസിൻ്റെ
ലിമിറ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ് എക്സ് ബി ദ ലിമിറ്റ് ഓഫ് സീക്വൻസ് എക്സ് എൻ. അപ്പോൾ അതിൻ്റെ എം ടൈൽ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ലിമിറ്റിന് മാറ്റമൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ 1 ടൈൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എക്സ് എൻ പ്ലസ് 1 എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ലിമിറ്റ് എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്. ഓക്കെ, x1 എന്ന് പറയുന്നത് 2 ആണ്, xn പ്ലസ് 1 എന്ന് പറയുന്നത് 2 പ്ലസ് 1/xn ആണ്. ദാറ്റ് മീൻസ് xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് x ഈക്വൽ ടു ലിമിറ്റ് xn പ്ലസ് 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 1 ലിമിറ്റ് എക്സ് എന്ന് പറയാം അല്ലേ. ദാറ്റ് മീൻസ് 2 പ്ലസ് 1/x. അതായത് എക്സ് ഈക്വൽ ടു 2 പ്ലസ് 1/x. അതായത് നമുക്ക് ഇവിടെ എന്താ വരാം? എക്സ് സ്ക്വയർ ഈക്വൽ ടു 2x പ്ലസ് 1, വിച്ച് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ എക്സ് ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 മൈനസ് സി. അപ്പോൾ നമുക്കിവിടെ പ്ലസ് 4 ഡിവൈഡഡ് ബൈ 2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 8 ഡിവൈഡഡ് ബൈ 2, 2 പ്ലസ് ഓർ മൈനസ് 2 റൂട്ട് 2 ഡിവൈഡഡ് ബൈ 2, വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 ഡിവൈഡഡ് ബൈ 2 വരും. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ എന്തായാലും സീക്വൻസ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് വരില്ലല്ലോ. അപ്പോൾ 1 പ്ലസ് റൂട്ട് 2/2 ഉണ്ട്, 1 മൈനസ് റൂട്ട് 2/2 ഉണ്ട്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് വരാത്ത കാരണം ഇവിടെ എക്സിൻ്റെ എന്ത് വാല്യൂ ചൂസ് ചെയ്യാം? 1 പ്ലസ് റൂട്ട് 2/2 എന്ന് ചൂസ് ചെയ്യാം. അതായത് എക്സ് എന്ന് പറയുന്നത് ആരാ? എക്സിൻ്റെ ലിമിറ്റ്. അപ്പോൾ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെടുത്തു? 1 പ്ലസ് റൂട്ട് 2 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത്